ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് ക്യാഡർ പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഡെയിലി ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന മഹാരത്ന PSU ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HALലേക്കാണ് ഇപ്പോൾ നോൺ എക്സിക്യൂട്ടീവ് ക്യാഡർ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിസിലാണ് നിയമനങ്ങൾ നടക്കുന്നത്. ഇതിലേക്ക് ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 18 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ പരിശോധിക്കാം. ഡിപ്ലോമ ടെക്നീഷ്യൻ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് UR 11, OBC 7, EWS 2 എന്നിങ്ങനെ 20 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലോമ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന പോസ്റ്റിലേക്ക് UR 15, OBC 7, SC 1, EWS 3 എന്നിങ്ങനെ 26 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ പ്രോഗ്രാമുകളിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഓപ്പറേറ്റർ ഫിറ്റർ എന്ന പോസ്റ്റിലേക്ക് UR 3, OBC 15, SC 3, ST 2, EWS 11 എന്നിങ്ങനെ 34 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഫിറ്റർ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റാണ് ഈ യോഗ്യതയായിട്ട് പറയുന്നത്. ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് UR 7, OBC 5, EWS 2 എന്നിങ്ങനെ 14 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റാണ് യോഗ്യതയായിട്ട് വരുന്നത്. ഓപ്പറേറ്റർ മെഷീനിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് OBC വിഭാഗത്തിൽ 2, EWS 1 ആയി 3 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് മെഷീനിസ്റ്റ് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓപ്പറേറ്റർ ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന പോസ്റ്റിലേക്ക് ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. OBC വിഭാഗത്തിലാണ് ഒരൊഴിവുള്ളത്. ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 98 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. മുകളിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. മറ്റുള്ള ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും റിക്വേർഡ് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. നിർദ്ദേശിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ 60% മാർക്കുള്ള UR, OBC, EWS കാൻഡിഡേറ്റ്സിനും 50% മാർക്കുള്ള SC, ST, PWBD കാൻഡിഡേറ്റ്സിനുമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് പരിശോധിക്കാം. 31/3/2025 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. UR, EWS വിഭാഗത്തിന് 28 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. SC, ST കാറ്റഗറിക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷവും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 4 വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് തുടക്കത്തിൽ 8 ആഴ്ച വരുന്ന ഒരു ട്രെയിനിങ് നൽകുന്നതാണ്. പോസ്റ്റിംഗ് വരുന്നത് ബാംഗ്ലൂർ, തമ്പാരം തമിഴ്നാട്,നാൽ രാജസ്ഥാൻ, നാലിയ ഗുജറാത്ത്, ജാംനഗർ ഗുജറാത്ത്, ഭൂജ് ഗുജറാത്ത്, ഗോരഖ്പൂർ ഉത്തർപ്രദേശ്, ആംബല ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും. എവിടേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ലഭിക്കുന്നതുമാണ്. ഇനി ഇതിൻ്റെ സാലറി സ്കെയിൽ പരിശോധിക്കാം. ഡിപ്ലോമ ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് 23,000 രൂപയാണ് ബേസിക് പേ ആയിട്ട് വന്നിട്ടുള്ളത്. മറ്റ് അലവൻസുകളെല്ലാം കൂടി 24,868 രൂപ വരുന്നതാണ്. ടോട്ടൽ കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു മാസം 47,868 രൂപ ലഭിക്കുന്നതാണ്. ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് 22,000 രൂപയാണ് ബേസിക് പേ ആയിട്ട് വന്നിട്ടുള്ളത്. 23,852 രൂപ മറ്റ് അലവൻസുകളുമായിട്ട് വരുന്നുണ്ട്. ടോട്ടൽ 45,852 രൂപ മാസം സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. മറ്റു എല്ലാ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ വരുന്നത് HAL നടത്തുന്ന റിട്ടൺ എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. റിട്ടൺ എക്സാമിൻ്റെ സെൻറ്റർ വരുന്നത് ബാംഗ്ലൂരാണ്. റിട്ടൺ എക്സാമിന് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടായിരിക്കുക. ഇതിലേക്ക് വരുന്ന ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും എല്ലാം തന്നെ HALൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതായിരിക്കും. എക്സാമിനിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷമാണ് പോസ്റ്റിംഗ് വരുന്നത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. HALൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 18 വരെ HALൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും വരുന്നില്ല. ഈ പോസ്റ്റിലേക്ക് വരുന്ന ജനറൽ കണ്ടീഷൻസും
നോട്ടിഫിക്കേഷനിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിപ്ലോമ ITI യോഗ്യതയുള്ളവർക്ക് കോൺട്രാക്ട് ബേസിസിൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതിന് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. ഉയർന്ന സാലറിയിൽ ഇന്ത്യയിൽ തന്നെ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യതയുള്ള എല്ലാവരും തന്നെ മാക്സിമം വിനിയോഗിക്കുമെന്ന് കരുതുന്നു. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.